അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കമ്മ്യൂണിക്കേറ്റ് അറബിക് ഭാഗം 22. ദുറൂസുൽ ലഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹാ. അൽ മുദർരിസ് നജ്ം അബ്ദുൽ വാഹിദ്. അദ്ദർസു സാദിസ് അൽ ഖിസ്മു സാലിസ്. അദ്ദർസു സാദിസ് അൽ ഖിസ്മു സാലിസ്. യൂണിറ്റ് 6 ഭാഗം 3. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ തബീബുൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹസ തബീബുൻ, ഇതൊരു ഡോക്ടറാണ്. ഹാദിഹി തബീബത്തുൻ, ഹാദിഹി തബീബത്തുൻ. ഹസ തബീബുൻ, ഹാദിഹി തബീബത്തുൻ. അപ്പോൾ തബീബുൻ എന്നിടത്ത് ആ ബാന് ഫത്തഹ് കൊടുത്ത് അവസാനം ഒരു സ്ത്രീലിംഗത്തിൻ്റെ താ കൂടി ചേർക്കുന്നു. അപ്പോൾ തബീബത്തുൻ ഫീമെയിലായി. നമുക്ക് അതിൻ്റെ തുടർന്നുള്ള ഭാഗം നോക്കാം. ഹദിഹി മിൽ അഖത്തുൻ, ഹദിഹി മിൽ അഖത്തുൻ, ഈ കാണുന്നതാണ് മിൽ അഖത്തുൻ. ഹദിഹി മിൽ അഖത്തുൻ, ഇതൊരു സ്പൂണാണ്. വഹാദിഹി ഖിദറുൻ, വഹാദിഹി ഖിദറുൻ, ഈ കാണുന്നതാണ് ഖിദർ. കുക്ക് ചെയ്യുന്ന പാചകം ചെയ്യുന്ന പാത്രത്തിനാണ് ഖിദറുൻ എന്ന് പറയുന്നത്. കലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വഹാദിഹി ഖിദറുൻ. അപ്പോൾ നേരത്തെ നാം പരിചയിച്ചു വന്നത് സ്ത്രീലിംഗത്തിൻ്റെ താ അല്ലെങ്കിൽ കെട്ടുള്ള താ ഉള്ള നാമങ്ങളാണ് സ്ത്രീലിംഗ പദമായി നാം പരിഗണിച്ചത്. അതല്ലാതെയുമുള്ള പദങ്ങൾ സ്ത്രീലിംഗ പദങ്ങളായി പരിഗണിക്കപ്പെടും. നേരത്തെ നമ്മൾ ഷംസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഷംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജമീലത്തുൻ എന്നാണ്, അല്ലെങ്കിൽ ഷംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിച്ചത്. അതേപോലെ അറുദുൻ സ്ത്രീലിംഗ പദമാണ്. അതേപോലെ ഒരു പദമാണ് ഖിദറുൻ, ഖിദറുൻ കലം. വഹാദിഹി ഖിദറുൻ, ഇത് കലമാണ്. അൽ മിൽഅഖതു ഫിൽ ഖിദ്രി, അൽ മിൽഅഖതു ഫിൽ ഖിദ്രി. മിൽഅഖത്തുൻ സ്പൂൺ. ദ സ്പൂൺ ഈസ് ഇൻ ദ പോട്ട്, കലത്തിൻ്റെ അകത്താണ്. സ്പൂൺ കലത്തിൽ ആണ്. അൽ മിൽഅഖതു ഫിൽ ഖദർ, സ്പൂൺ കലത്തിൽ ആണ് അല്ലെങ്കിൽ കലത്തിനുള്ളിൽ ആണ്. ഫീ പറഞ്ഞാൽ ഉള്ളതിൻ്റെ അകത്താണ്, അതിനാണ് ഫീ ഉപയോഗിക്കുന്നത്. അൽ മിൽഅഖതു ഫിൽ ഖദർ, സ്പൂൺ കലത്തിൽ ആണ്. ഹദിഹി ബഖറത്തുൽ ഫല്ലാഹി, ഹദിഹി ബഖറത്തുൽ ഫല്ലാഹി. ബഖറത്ത് നമുക്ക് സുപരിചിതമാണ്. ബഖറത്തുൻ പശു. ഹദിഹി ബഖറത്തുൽ ഫല്ലാഹി, ഇത് കർഷകൻ്റെ പശുവാണ്. അൽ ഫല്ലാഹ്, ഫല്ലാഹുൻ കർഷകൻ, ഫല്ലാഹുൻ കർഷകൻ. ഹദ അൻഫുൻ, ഹദ അൻഫുൻ, ഇതൊരു മൂക്കാണ്. ഹദ അൻഫുൻ. വഹദ ഫമുൻ, വഹദ ഫമുൻ. ഹദ അൻഫുൻ വഹദ ഫമുൻ, ഇതൊരു മൂക്കാണ്, ഇതൊരു വായയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തായില്ലാത്ത സ്ത്രീലിംഗ പദങ്ങൾ വരും എന്നത്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഉദുനുൻ, ഉദുനുൻ ചെവി. ഹാദിഹി ഉദുനുൻ, ഇത് ചെവിയാണ്. ഹാദിഹി ഉദുനുൻ, ഇതൊരു ചെവിയാണ്. വഹാദിഹി ഐനുൻ, അതേപോലെ മറ്റൊരു സ്ത്രീലിംഗ പദമാണ് ഐനുൻ കണ്ണ്. ഹാദിഹി ഉദുനുൻ വഹാദിഹി ഐനുൻ, ഹാദിഹി ഉദുനുൻ വഹാദിഹി ഐനുൻ. അപ്പോൾ ഇത് രണ്ടും ചെവിയും കണ്ണും എന്താണ്? സ്ത്രീലിംഗ പദങ്ങളാണ്. ഹാദിഹി ഉദുനുൻ, ഇത് ചെവി, ഇതൊരു ചെവിയാണ്. വഹാദിഹി ഐനുൻ, ഇതൊരു കണ്ണാണ്. വഹാദിഹി യദുൻ, ഇത് ഒരു കൈയാണ്. വഹാദിഹി യദുൻ, ഇതൊരു കൈയാണ്. അപ്പോൾ കൈ എന്താണ്? ഹാദിഹി എന്നാണ് ഉപയോഗിച്ചത്, അത് സ്ത്രീലിംഗമാണ്. വഹാദിഹി റിജിലുൻ, ഇത് ഒരു കാലാണ്. ഹാദിഹി റിജിലുൻ, ഇതൊരു കാലാണ്. അപ്പോൾ റിജിലുൻ എന്താണ്? സ്ത്രീലിംഗ പദമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അൻഫുൻ എന്താണ്? അൻഫുൻ പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചത്. ഹദ അൻഫുൻ. അതേപോലെ വായ ഹദഫമുൻ, അത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചത്. നാം പെട്ടെന്ന് ഒരു പൊതു തത്വം പറയാൻ കഴിയില്ല. ഈ
പൊതുതത്വമുണ്ടെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് കഴിയില്ല. എന്നാലും പൊതുവെ നമുക്ക് നോക്കുമ്പോൾ അവയവങ്ങളിൽ ജോഡിയായിട്ട് വരുന്ന അവയവങ്ങൾ സ്ത്രീലിംഗമായിരിക്കും. ഒറ്റയ്ക്ക് വരുന്ന പദങ്ങൾ അവയവങ്ങൾ പുല്ലിംഗമായിട്ടാണ് പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതൊരു പൊതു തത്വമായി പറയാൻ കഴിയില്ലെങ്കിലും നാം ഇപ്പോൾ പഠിച്ചത് അത്രയും ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ അൻഫുൻ, ഒരു മൂക്കാണ് ഒരാൾക്കുള്ളത്, അൻഫുൻ. അപ്പോൾ ഹദ അൻഫുൻ പെട്ടെന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ നിങ്ങൾക്ക് ഇത് ഒരു എളുപ്പ വഴിയാണ്. ഹദ അൻഫുൻ, ഇതൊരു മൂക്കാണ്. അപ്പോൾ അൻഫ് എന്താണ്? ഒരു മൂക്കാണ് ഒരാൾക്കുണ്ടാവുക. അതിൻ്റെ ഹോളല്ല ഉദ്ദേശിക്കുന്നത്, മൂക്ക്, ഒരു മൂക്കാണ് ഉണ്ടാവുക. അപ്പോൾ അത് പുല്ലിംഗമാണ്. അതേപോലെ ഒരാൾക്ക് ഒരു വായാണ് ഉണ്ടാവുക, ഹദ ഫമുൻ. അപ്പോൾ അതെന്താണ്? വായ പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഒരാൾക്ക് 2 ചെവി ഉണ്ടാകും. അപ്പോൾ ഹദിഹി ഉദുനുൻ, ഇതൊരു ചെവിയാണ്. അപ്പോൾ ചെവി ജോഡിയായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് അതിനെ സ്ത്രീലിംഗ പദമായിട്ട് നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാം. അതേപോലെ ഹദിഹി ഐനുൻ, കണ്ണുകൾ ജോഡിയായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനും ഒരു കണ്ണെന്ന് പറഞ്ഞാലും അതെന്തായിരിക്കും? അത് സ്ത്രീലിംഗ പദമായിരിക്കും. അതേപോലെ കൈകൾ ജോഡിയായിട്ട് വരുന്നതാണ്, ഹദിഹി യദുൻ. അതേപോലെ കാലുകളും ജോഡിയായിട്ട് വരുന്നതാണ്, ഹദിഹി റിജ്ലുൻ. അപ്പോൾ അതും എന്താണ്? സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 37-ാം പേജിലെ കുറച്ച് എക്സർസൈസ് വായിച്ചു നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് സഹഹൽ ജുമലൽ ആത്തിയ, കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ് എന്നാണ്. ആദ്യത്തേത് ഹഖീബത്തുമൻ ഹാദ, ഹഖീബത്തുമൻ ഹാദ. എന്തായിരിക്കും അതിൻ്റെ കറക്റ്റ് ഉത്തരം? അതെ, ഹഖീബത്ത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് മൻ ഹാദിഹി എന്നാണ് വരേണ്ടത്. ഹഖീബത്തുമൻ ഹാദിഹി, ഹഖീബത്തുമൻ ഹാദിഹി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് അൽ ഖുർഫത്തു മഫ്തൂഹൻ, അൽ ഖുർഫത്തു മഫ്തൂഹൻ എന്നാണ് സെന്റൻസ്. അതെന്തായിരിക്കും അതിൻ്റെ കറക്റ്റ് ദ ഫോളോയിങ് എന്നാണ്. അപ്പോൾ എന്തായാലും അത് തെറ്റ് ഉണ്ടാകുമെന്നർത്ഥം. ഇവിടെയാണ് തെറ്റ്. അൽ ഖുർഫത്തു, അതെ, അൽ ഖുർഫത്തു സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് എന്ത് വരണം? മഫ്തൂഹത്തുൻ എന്ന് വരണം, മഫ്തൂഹത്തുൻ. അൽ ഖുർഫത്തു മഫ്തൂഹത്തുൻ, അതാണ് കറക്റ്റ്. അടുത്തത് ഹാദ സയ്യാറത്തു തബീബി, ഹാദ സയ്യാറത്തു തബീബി. ഇവിടെ എന്താണ് പിശക്? ഹാദ സയ്യാറത്തു തബീബി. സയ്യാറത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം? ഹാദിഹി പറയണം. കാരണം എന്താണ്? സയ്യാറത്ത് സ്ത്രീലിംഗമാണ്. ഹാദിഹി സയ്യാറത്തു തബീബി, ഹാദിഹി സയ്യാറത്തു തബീബി. ഹാദിഹി മിഫ്താഹു സയ്യാറ, ഹാദിഹി മിഫ്താഹു സയ്യാറ. ഈ സെന്റൻസിൽ എന്താണ് തെറ്റ്? ഹാദിഹി മിഫ്താഹു സയ്യാറത്തി. അതെ, മിഫ്താഹ് പുല്ലിംഗമാണ്, അതിനെക്കുറിച്ചാണ് ഹാദിഹി ഉപയോഗിച്ച് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കണം? ഹാദായാണ് വരേണ്ടത്. ഹാദ മിഫ്താഹു സയ്യാറത്തി, ഹാദ മിഫ്താഹു സയ്യാറ. അടുത്തത് ഐനൽ ബക്കറത്തു ഹുവ ഫിശ്ശാരിയ. ഐനൽ ബക്കറത്തു എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്ത് പറയുന്നു? ഹുവ ഫിശ്ശാരിയ. അപ്പോൾ എവിടെയാണ് തെറ്റ്? അതെ, ബക്കറത്തുൻ പശു എന്നത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അതിനെ ഉദ്ദേശിച്ച് എന്ത് പറയണം? ഹിയ പറയണം, ഹുവ അല്ല പറയേണ്ടത്. അപ്പോൾ ഹിയ ഫിശ്ശാരിയ എന്നാണ് പറയേണ്ടത്. അൽ ബക്കറത്ത്, ഐനൽ ബക്കറത്തു ഹിയ ഫിശ്ശാരിയ എന്നാണ് പറയേണ്ടത്. ഇനി ഇതിൻ്റെ പദങ്ങളുടെ അവസാനത്തെ ഹർക്കത്തുകൾ കൊടുത്തുകൊണ്ട് കൃത്യമായി വായിക്കുക. ആർക്ക് വായിക്കാം? അതെ, ഹദ ലി മുഹമ്മദിൻ വ സാലിക ലി ഹാമിദിൻ, ഹദ ലി മുഹമ്മദിൻ വ സാലിക ലി ഹാമിദിൻ. നമ്മൾ നേരത്തെ പഠിച്ച ലിയുടെ പ്രയോഗമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ലിമൻ ഹദിഹി, ലിമൻ ഹദിഹി. അതെ, കണ്ടിന്യൂ ചെയ്യുക. ഹദിഹി ലി യാസിരിൻ, ഹദിഹി ലി യാസിരിൻ. ദിസ് ഈസ് ഫോർ യാസിർ ഓർ ദിസ് ഈസ് ബിലോങ്സ് ടു യാസിർ. യാസിറിനുള്ളതാണ്. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി. അടുത്തത് ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു. ഇതോടുകൂടി ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.